കൊറോണ വ്യാപനത്തെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന വിലക്കുകൾ എല്ലാം നീങ്ങുകയാണ്. അതോടൊപ്പം തന്നെ നിബന്ധനകളും കടുപ്പിച്ചിരിക്കുകയാണ് അധികൃതർ. എന്നിരുന്നാൽ തന്നെയും പ്രവാസികൾ കൂടുതൽ ജാഗ്രത പുലർത്തുക. നിബന്ധനകൾ ഒരു ഭാഗത്ത് കടുപ്പിക്കുമ്പോൾ മറുഭാഗത്ത് നിങ്ങൾ മറന്നുപോകുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാർ ഏവരും കരുതിയിരിക്കണം. കയ്യിൽ സ്വന്തം മരുന്ന് മാത്രം കരുതുക എന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഖത്തറിലേക്ക് വരുന്ന യാത്രക്കാർ കൈവശം മരുന്ന് കരുതുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമായി ഇന്ത്യൻ എംബസി അധികൃതർ രംഗത്തെത്തി. മരുന്നുകൾ സംബന്ധിച്ച് നേരത്തെ ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പ്രസിദ്ധീകരിച്ച മാർഗനിർദ്ദേശങ്ങൾ ഓർമ്മപ്പെടുത്തിയാണ് എംബസി ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ലഹരിയുടെ അംശമുള്ള മാനസിക രോഗ ചികിത്സയ്ക്കുള്ള പല മരുന്നുകളും ഖത്തറിൽ നിരോധിച്ചതാണ്. നിരോധിത പട്ടികയിലുള്ള മരുന്നുകൾ കൊണ്ടുവരുന്നത് അറസ്റ്റിലേക്കും ജയിൽ ശിക്ഷയിലേക്കും നയിക്കുമെന്ന് എംബസി അറിയിച്ചു. അതേസമയം സ്വന്തം ആവശ്യത്തിനല്ലാതെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒരു തരത്തിലുള്ള മരുന്നുകളും കരുതാനും പാടില്ല. ഇതും ശിക്ഷാർഹമാണ്. നിരോധിത പട്ടികയിൽ ഇല്ലാത്ത മരുന്നുകൾ ഡോക്ടറുടെ കുറിപ്പടി സഹിതം സ്വന്തം ആവശ്യത്തിന് 30 ദിവസത്തേക്ക് മാത്രമായി കൊണ്ടുവരാൻ അനുമതി നൽകിയിട്ടുണ്ട്. അംഗീകൃത ആശുപത്രിയുടെയോ ഡോക്ടറുടെയോ കുറിപ്പടി നിർബന്ധമാക്കിയിട്ടുണ്ട്. ലിറിക്ക, ഡ്രമറ്റോൾ, അൽപ്രസോളം, ഡിയാസെപ്പാം, സോളാം, സോൾപിഡം, മെത്തഡോൺ തുടങ്ങിയവ നിരോധിത മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. ഡ്രഗ് എൻഫോഴ്സ്മെന്റ് വിഭാഗം നിരോധിച്ച മരുന്നുകളുടെ വിശദ വിവരങ്ങൾ എംബസിയുടെ വെബ്സൈറ്റിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും അധികൃതർ നിർദ്ദേശം നൽകുന്നു. ഇന്ത്യൻ എംബസി qatar.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാകും. ഖത്തറിൽ നിരോധിക്കപ്പെട്ട മരുന്നുകളുടെ വിവരങ്ങൾ ഇതിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. നിരോധിത പട്ടികയിലുള്ള മരുന്നുകൾ പിടികൂടുന്ന കേസുകൾ അടുത്തിടെയായി കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് എംബസിയുടെ മുന്നറിയിപ്പ്. അതേസമയം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമുള്ള മരുന്നുകൾ പോലും കൈവശം കരുതാൻ പാടില്ലെന്ന നിർദ്ദേശം മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ്. നാട്ടിൽ നിന്നും വരുന്നവർ വഴി നിത്യവും കഴിക്കുന്ന മരുന്നുകൾ കൊടുത്തുവിടുന്ന പതിവ് ഇതോടെ മുടങ്ങുകയും ചെയ്യും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.